ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിൽ 82ാമത് ക്രിസ്തുരാജത്വ തിരുനാൾ ആഘോഷത്തിന് വർണ്ണാഭമായ ചടങ്ങുകളോടെ കഴിഞ്ഞ ദിവസം കൊടിയേറി. പ്രാർത്ഥനാ നിർഭരവും ഭക്തിസാന്ദ്രവുമായ അന്തരീക്ഷത്തിൽ മാലാഖ കുഞ്ഞുങ്ങളുടെയും പതാകവാഹകരുടെയും കൊമ്പ്രിയ സഭ അംഗങ്ങളുടെയും അകമ്പടിയോടെയാണ് പതാക പ്രദക്ഷിണം ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചത്. ഈ നിമിഷത്തിൽ സഭയെ പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മ ചൈതന്യം പതാകയിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും കടന്നുവരുന്നതായി ലത്തീൻ ഗാനം ഇടവക ഗായക സംഘം ആലപിച്ചു. അൾത്താരയിലെ പരിശുദ്ധ ബലിപീഠത്തിൽ വെച്ച് ഇടവക വികാരി ക്രിസ്തുരാജ പതാക ആശീർവദിച്ച് ക്രിസ്തുരാജ തിരുസന്നിധിയിൽ സമർപ്പിച്ചു. തിരുനാൾ ദിനങ്ങളെയും ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും വിശ്വാസങ്ങളെയും വിശുദ്ധീകരിക്കണമെന്നും അവിടുത്തെ അനുഗ്രഹവർഷം അവരിൽ ചൊരിയണമെന്നും പുരോഹിതൻ പ്രാർത്ഥിച്ചു. തുടർന്ന് പതാക പ്രദക്ഷിണം കൊടിയേറ്റ് വേദിയിലേക്ക് നീങ്ങി. ഇടവക വികാരി മാലാഖമാരിൽ നിന്നും പതാക ഏറ്റുവാങ്ങി പ്രത്യേകം അലങ്കരിച്ച പീഠത്തിൽ പ്രതിഷ്ഠിച്ചു. കേരളത്തിന്റെ തനത് വസ്ത്രം ധരിച്ച യുവതികൾ ആരതിയൊഴിഞ്ഞുകൊണ്ട് ക്രിസ്തുരാജന് ആരാധനയും ജനസഹസ്രങ്ങൾക്ക് സ്വാഗതവും അർപ്പിച്ചു. സ്നേഹരാജനായ ക്രിസ്തുരാജന്റെ സജീവ സാന്നിധ്യം വെട്ടുകാട് അനുഭവവേദ്യമായി 81 വർഷങ്ങൾ പിന്നിട്ട ഈ അവസരത്തിൽ ഇടവക സമൂഹത്തിനും വിവിധ മതസ്ഥരായ തീർത്ഥാടക സമൂഹത്തിനും ഭക്തജനങ്ങൾക്കും അവിടുന്ന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് രാജപ്പൻ രാജാക്കന്മാരുടെ രാജാവേ എന്ന ഗാനത്തിലൂടെ ക്രിസ്തുരാജനെ പ്രകീർത്തിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്തുകൊണ്ട് നമ്മുടെ മധ്യേ നിൽക്കുന്ന ക്രിസ്തുരാജന്റെ തിരുസന്നിധിയിൽ ആശീർവദിച്ച തിരുനാൾ പതാക സമർപ്പിച്ചുകൊണ്ട് തിരുനാൾ ദിനങ്ങളെയും ഇവിടെ വരുന്ന എല്ലാവരെയും വിശുദ്ധീകരിക്കണമെന്നും അവിടുത്തെ അനുഗ്രഹം അവരിൽ ചൊരിയണമെന്നും പുരോഹിതൻ പ്രാർത്ഥിച്ചു. ക്രിസ്തുരാജന്റെ രാജ്യത്വം വിളംബരം ചെയ്യുന്ന കൊടിയേറ്റ് കർമ്മം ദേവാലയ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെ തിരുകർമ്മങ്ങൾക്കൊടുവിൽ ഇടവക വികാരി റവറൻ ഫാദർ എഡിസൺ വൈയം സഹവികാരിമാരുടെയും ഇടവക ഭരണസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ജനങ്ങളെ സാക്ഷി നിർത്തി നിർവഹിച്ചു. തുടർന്ന് തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികളെയും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളെയും ഇടവക വികാരി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് തിരുകർമ്മങ്ങൾ അവസാനിപ്പിച്ചതായും അറിയിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.